അറിയുന്നതും അന്വേഷിക്കുന്നവരുമാണ്. കൊളോസി 3:1-3. മൂന്നാമത്തേത് മാണിക്യമാണ്. പ്രാവിൻ്റെ കഴുത്തിലും മയിലിൻ്റെ പീലിയിലും കാണുന്ന പച്ച നിറം. പച്ച നിറം സമൃദ്ധിയായ ജീവനെ കുറിക്കുന്നു. പുതിയ യെരൂശലേമിൽ യോഗ്യരാകുന്നവർ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുന്നവരാണ്. യോഹന്നാൻ 10:10. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവരാണ്. റോമർ 5:17. ക്രിസ്തുവിൻ്റെ വചനം അവരിൽ ഐശ്വര്യമായി വസിക്കും. കൊളോസി 3:16. നാലാമത്തേത് രത്നമാണ് മരതകം. ഇത് പച്ച നിറമുള്ള രത്നങ്ങളിൽ ഏറ്റവും പച്ചയായതാണ്. പുതിയ നിയമ മധ്യസ്ഥനായ ക്രിസ്തു ആരുമായി ഉടമ്പടി സ്ഥാപിച്ചു, അവരാണ് പുതിയ യെരൂശലേം അവകാശമാക്കുക. അഞ്ചാമത്തേതാണ് നഖവർണ്ണി. ചുവപ്പ് വെളുപ്പും ചേർന്ന നിറം. ഈ രണ്ടു നിറങ്ങളെയും ആത്മീക അനുഭവത്തോട് ചേർന്ന് ബന്ധിക്കാവുന്നതാണ്. ദൈവവചനത്താൽ വിവേചിച്ച് ലോകത്തെ അനുഭവിക്കുന്നവരാണ് ഇവർ. പ്രൈസ് ദി ലോർഡ്. നഖവർണ്ണി. ആറാമത്തെ രത്നമാണ് ചുവപ്പ് കല്ല്. കടും ചുവപ്പ് നിറം. ഇത് രത്നനിറമാണ്. പുതിയ യെരൂശലേമിൽ വസിക്കുന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. 1 പീറ്റർ 1:18. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ജീവിതവസ്ത്രം അലക്കി വെളുപ്പിച്ചവരാണ്. റെവലേഷൻ 22:4, 7:14. അടുത്തത് പീതരത്നം. സ്വർണ്ണ നിറമുള്ള തിളങ്ങുന്ന രത്നമാണ്. 7-ാമത്തെ രത്നം. ദൈവവചനത്തിൽ വിശ്വാസത്തെ പൊന്നിനോട് ഉപമിച്ചിട്ടുണ്ട്. 1 പീറ്റർ 1:17, റെവലേഷൻ 3:18. ശോധനയിലൂടെ തിളക്കം പ്രാപിച്ചവർ ഇവർ വിശുദ്ധന്മാരാണ്. പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നത്. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാണ്. എഫെസി 4:12. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചവരാണ്. 2 തിമോത്തി 4:7, ഹീബ്രു 3:14. എട്ടാമത്തെ രത്നമാണ് ഗോമേതകം. ആഴമുള്ള സമുദ്രത്തിൻ്റെ നിറം. പച്ചയോ നീലയോ ആകാം. ദൈവവചനത്തിൽ കഷ്ടതയെ സമുദ്രത്തിലോട് ഉപമിച്ചിട്ടുണ്ട്. കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. സഖറിയാവ് 10:11 പറയുന്നു, പുതിയ യെരൂശലേം നിവാസികൾ കഷ്ടതയുടെ ആഴം കണ്ടവരാണ്. കഷ്ടതയിലൂടെയാണ് തേജസ്സിൻ്റെ നിത്യതയ്ക്കായി അവർ ഒരുക്കപ്പെട്ടത്. 2 കൊരിന്തി 4:17. ഒൻപതാമത്തെ രത്നം പുഷ്യരാഗം. പച്ച കലർന്ന സ്വർണ്ണ നിറം. ഇയ്യോബ് 28:9 ജ്ഞാനത്തെയും വിവേകത്തെയും ഈ രത്നത്തോട് ഉപമിച്ചിരിക്കുന്നു. പുതിയ യെരൂശലേം നിവാസികൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. എഫെസി 1:7-8. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിച്ചവരാണ്. കൊളോസി 2:2. വൈഡൂര്യം. വെള്ളക്കല്ലിൽ സ്വർണ്ണപ്പെട്ടുള്ള രത്നം. വെള്ളക്കല്ല് ജീവിത നൈർമല്യത്തെ കുറിക്കുന്നു. സ്വർണ്ണപ്പൊട്ടുകൾ പരിശോധനയിലൂടെ കൈവരിച്ച ദിവ്യ ഗുണങ്ങളെ കുറിക്കുന്നു. പുതിയ യെരൂശലേം നിവാസികൾ കഷ്ടതയിലൂടെ ദിവ്യ സ്വഭാവങ്ങൾ സ്വായത്തമാക്കിയവരാണ്. റോമർ 5:3. പത്മരാഗം. നീല കലർന്ന ധൂമ്രവർണ്ണം. ധൂമ്രവർണ്ണം രാജകീയ വർണ്ണമാണ്. പുതിയ യെരൂശലേം നിവാസികൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. 1 പീറ്റർ 2:9. 12 സുഗന്ധി രത്നം. കടും വയലറ്റ് നിറം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് സുബോധത്തോടും നീതിയോടും നിർമ്മലതയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നവരാണ്. തീത്തോസ് 2:13. നിർമ്മതരാണ്, മതിക്കാത്തവരാണ്. 1 പീറ്റർ 5:8. ഇങ്ങനെയുള്ള മണവാട്ടിയെയാണ് കർത്താവിന് ആവശ്യം. കളങ്കമില്ലാത്ത ഒരു മണവാട്ടി ആയിരിക്കണം. കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫെസി 5:27. അപ്പോൾ ഹല്ലേലൂയ, ഈ നമ്മളിപ്പോൾ കണ്ടത് ഈ പുത്തനാം യെരൂശലേമിൻ്റെ, അത് ദൈവത്തിൻ്റെ മണവാട്ടി സഭയെ വെക്കുവാനുള്ള, നിത്യത കഴിക്കാനുള്ള ഈ പുത്തനാം യെരൂശലേമിൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾക്ക് ഈ നഗരത്തിൻ്റെ അകത്തെപ്പറ്റി വർണ്ണിക്കുകയാണ്. ആ അകത്തെപ്പറ്റി വർണ്ണിക്കുന്ന 21 റെവലേഷൻ 21:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മന്ദിരം അതിലില്ല. ഈ നഗരത്തിൻ്റെ പുത്തനാം യെരൂശലേമിൻ്റെ അകത്തെപ്പറ്റിയാണ് ഇപ്പോൾ വർണ്ണിക്കുന്നത്. 21:22 പറയുന്നു, മന്ദിരം അതിൽ ില്ല.
സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. 21-20 നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഗോപുരങ്ങൾ പകൽ കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ല. 27 പറയുന്നു, 21-27 പറയുന്നു, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷകം പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കുകയില്ല. ഏതിൽ കടക്കുകയില്ല? ഈ പുത്തനാം യെരൂശലേമിൽ കടക്കുകയില്ല. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. അതായത് പുത്തനാം യെരൂശലേമിൽ സർവശക്തനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കൂടെ ഇരിക്കുന്നവർ, കർത്താവ് തൻ്റെ യഥാർത്ഥ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെ പോകാമെന്ന് പറഞ്ഞ് മണവാട്ടി സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇതാണ്. പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ടപ്പോൾ ഈ പുതിയ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റി ആണ് പുത്തനാം യെരൂശലേം. അവിടെയാണ് കർത്താവ് തൻ്റെ മണവാട്ടിയുമായി നിത്യത കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തെ വീണ്ടും ഈ ഹല്ലേലൂയ നഗരത്തിൻ്റെ അകത്തെപ്പറ്റി വീണ്ടും വർണ്ണിക്കുന്നുണ്ട്. അത് 22:1 പറയുന്നു, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയുണ്ട്. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ടായി. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. അതിൻ്റെ വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ വചനം സത്യവും വിശ്വാസയോഗ്യവും ആണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, വെളിപ്പാട് 20:4 ഇതാണ് ഒന്നാം പുനരുദ്ധാനമാണ്. കർത്താവ് തൻ്റെ സഭയെ കൊണ്ടുപോകുന്നതാണ്. ഇത് ഒന്നാം പുനരുദ്ധാനം. വെളിപ്പാട് 20:4 പറയുന്നു, യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലോ കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഹല്ലേലൂയ അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരുത്തുവാൻ നിങ്ങളെയും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും ഇരുത്താൻ വേണ്ടി ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞ ആ സ്ഥലം ആണ് ഈ പറഞ്ഞ പുത്തനാം യെരൂശലേം എന്ന പുതിയ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റിയായ പുത്തനാം യെരൂശലേം. ഇവിടെയാണ് കർത്താവ് തൻ്റെ മണവാട്ടി സഭയെ ഇരുത്തുവാൻ ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ വരുന്ന. ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ മണവാളൻ്റെ. എല്ലാവരും കർത്താവ് വരാൻ കാത്തിരിക്കുകയാണല്ലോ. യെസ്, കർത്താവ് വരുവാൻ കാത്തിരിക്കാൻ പോകാൻ തയ്യാറായി ഇരിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണം അവർ എങ്ങനെയുള്ളവരാണ്, കർത്താവിൻ്റെ കൂടെ പോകുവാൻ അവരുടെ യോഗ്യത എന്ത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും നികത്തി ഒരുക്കത്തോടുകൂടി അതെല്ലാം ഒരുങ്ങി ഇരിക്കുന്ന ഒരു സഭ എങ്ങനെയുള്ളിടത്താണ് കൊണ്ടുപോകുന്നത്, എവിടെയാണ് ഹല്ലേലൂയ കർത്താവ് നമ്മളെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലമാണ് പുതിയ യെരൂശലേം, പുതിയ ഭൂമിയുടെ ക്യാപിറ്റലായ പുത്തനാം യെരൂശലേം. അതിൽ 21 വെളിപ്പാട് 21:3 പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം
തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മിറവിളയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അതെ, ഈ സ്ഥലത്ത് പോകുവാനാണ്, നമ്മളെ ഇരുത്തുവാനാണ് കർത്താവ് വരുന്നത്. ഇതാണ് പറയുന്നത്. ഹല്ലേലൂയ, കർത്താവ് പറയുന്ന ആ സ്ഥലം. അതുകൊണ്ട് നമുക്ക് പോരായ്മകൾ എന്താണ്, ഇതനുസരിച്ച് നമ്മുടെ കുറവുകൾ, കുറ്റങ്ങൾ എന്താണെന്ന് ഹല്ലേലൂയ നീക്കി നമ്മൾക്ക് പോകുവാൻ ഒരുങ്ങി തയ്യാറായിരിക്കാം. നമ്മുടെ മണവാളൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ഇതിൽ പറഞ്ഞു. ഇതിൽ പോകുവാനായിട്ട് എല്ലാവരും തയ്യാറാകുക. അതിനുവേണ്ടി എന്തൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അതെല്ലാം നികത്തി നമ്മുടെ മണവാളനെ കാത്ത് മണവാളൻ പോകുവാൻ നമുക്ക് സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവ് വരുമ്പോൾ പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ വീണ്ടും വീണ്ടും എന്തൊക്കെയാണ് കുറ്റങ്ങൾ, കുറവെന്ന് നോക്കി നമുക്ക് ഒരുങ്ങാം. കർത്താവ് വരുമ്പോൾ പോകാം. എല്ലാവരെയും ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു എവരിബഡി.